കോഴിക്കോട് കോഴിക്കോട് ജില്ല നിലവിൽ വന്നത് 1957 ജനുവരി 1-നാണ്. കോഴിക്കോട് രാജവംശം നെടിയിരിപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്കാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ശില്പ നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരം കോഴിക്കോടാണ്. വിശപ്പ് രഹിത നഗരം പദ്ധതി നടപ്പാക്കിയ ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് ജില്ല നിലവിൽ വന്നത് 1957 ജനുവരി 1-നാണ്. കോഴിക്കോട് രാജവംശം നെടിയിരിപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്കാണ് കോഴിക്കോട്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കേരളത്തിലെ ആദ്യത്തെ ശില്പ നഗരം, കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരം, വിശപ്പ് രഹിത നഗരം പദ്ധതി നടപ്പാക്കിയ ജില്ല, ഇതെല്ലാം കോഴിക്കോടാണ്. പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന ജില്ലയാണ് കോഴിക്കോട്. സമ്പൂർണ്ണ കോള വിമുക്ത ജില്ല, കർഷകരുടെ എണ്ണം ഏറ്റവും കുറവുള്ള ജില്ല, വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല, വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയത് കാപ്പാടാണ്. വർഷം 1498. വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ രാജാവ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട്. അപ്പോൾ പ്ലാസ്റ്റിക് വിമുക്ത ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന ജില്ലയാണ് കോഴിക്കോട്. സമ്പൂർണ്ണ കോള വിമുക്ത ജില്ലയാണ് കോഴിക്കോട്. കർഷകരുടെ എണ്ണം കുറവുള്ള ജില്ലയാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയത് കോഴിക്കോട് കാപ്പാടാണ്. വർഷം 1498. വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ രാജാവ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയാണ് കോഴിക്കോട്. കല്ലായി പുഴയുടെ തീരം തടി വ്യവസായത്തിന് പേര് കേട്ടതാണ്. ഉരു എന്നറിയപ്പെടുന്ന വമ്പൻ മരക്കപ്പലുകൾ നിർമ്മിക്കുന്നതിന് പ്രസിദ്ധമാണ് ബേപ്പൂര്. രാജ്യത്തെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ 1973-ലാണ് സ്ഥാപിച്ചത്. മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ വഴി സർക്കാർ സേവനം ജനങ്ങളിൽ എത്തിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റാണ് കോഴിക്കോട് കളക്ടറേറ്റ്. അപ്പോൾ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയാണ് കോഴിക്കോട്. കല്ലായി പുഴയുടെ തീരം തടി വ്യവസായത്തിന് പേര് കേട്ടതാണ്. ഉരു എന്നറിയപ്പെടുന്ന വമ്പൻ മരക്കപ്പലുകൾ നിർമ്മിക്കുന്നതിന് പ്രസിദ്ധമാണ് ബേപ്പൂര്. രാജ്യത്തെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ്. 1973-ലാണ് സ്ഥാപിച്ചത്. മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ വഴി സർക്കാർ സേവനം ജനങ്ങളിൽ എത്തിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റാണ് കോഴിക്കോട്. PT ഉഷയുടെ ജന്മസ്ഥലം പയ്യോളിയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. തച്ചോളി ഓതാനൻ്റെ ജന്മസ്ഥലം വടകരയാണ്. വടക്കൻ പാട്ടുകളിൽ പറയപ്പെടുന്ന കടത്തനാട് കോഴിക്കോട് ജില്ലയിലാണ്. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലം പെരുവണ്ണാമൂഴിയാണ്. രേവതി പട്ടത്താനം നടക്കുന്നത് കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? കൊയിലാണ്ടി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. PT ഉഷയുടെ ജന്മസ്ഥലം പയ്യോളി, അത് കോഴിക്കോടാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. തച്ചോളി ഓതനൻ്റെ ജന്മസ്ഥലമാണ് വടകര. വടക്കൻ പാട്ടുകളിൽ പറയപ്പെടുന്ന കടത്തനാട് കോഴിക്കോട് ജില്ലയിലാണ്. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലമാണ് പെരുവണ്ണാമൂഴി. രേവതി പട്ടത്താനം നടക്കുന്നത് കോഴിക്കോട് തളിക്ഷേത്രത്തിലാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കൊയിലാണ്ടിയാണ്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടപ്പുറമാണ് കൊളാവി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട്. സത്യത്തിൻ്റെ തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്നത് കോഴിക്കോട് തുറമുഖത്തിനെയാണ്. SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയ്ക്ക് പശ്ചാത്തലമായ മിഠായി തെരുവ് കോഴിക്കോടാണ്. മിഠായി തെരുവിന് അഭിമുഖമായി SK പൊറ്റക്കാടിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കുറ്റിച്ചിറ മിസ്കാൽ പള്ളി 500 വർഷത്തോളം പഴക്കമുള്ള റോമൻ മാതൃകയിൽ പണിത ക്രിസ്ത്യൻ ദേവാലയമായ ദേവമാതാ പള്ളി എന്നിവ കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടപ്പുറമാണ് കൊളാവി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട്. സത്യത്തിൻ്റെ തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്നത് കോഴിക്കോട് തുറമുഖമാണ്. SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയ്ക്ക് പശ്ചാത്തലമായ മിഠായി തെരുവ് കോഴിക്കോട് ജില്ലയിലാണ്.
മിഠായി തെരുവിന് അഭിമുഖമായി എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കുറ്റിച്ചിറ മിസ്കാൽ പള്ളി 500 വർഷത്തോളം പഴക്കമുള്ള റോമൻ മാതൃകയിൽ പണിത ക്രിസ്ത്യൻ ദേവാലയമായ ദേവമാതാ പള്ളി എന്നിവ കോഴിക്കോട് ജില്ലയിലാണ്. പഴശ്ശിരാജ മ്യൂസിയം ഈസ്റ്റ് ഹില്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ ജല മ്യൂസിയം പെരിങ്ങളത്താണ്, കുന്നമംഗലത്ത് പെരിങ്ങളത്താണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ കോഴിക്കോട് മേയറായ ഹൈമവതി തായാട്ടാണ്. ഇന്ത്യൻ സ്പ്രിൻ്റ് റാണിയാണ് പി.ടി. ഉഷ. പ്രാചീന കാലത്തെ പന്തലായനി കൊല്ലം എന്നറിയപ്പെട്ടിരുന്നത് കൊയിലാണ്ടിയാണ്. അപ്പോൾ പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ ജല മ്യൂസിയം കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്തുള്ള പെരിങ്ങളമാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ വനിതാ മേയറാണ് കോഴിക്കോട് മേയറായ ഹൈമവതി തായാട്ട്. ഇന്ത്യൻ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്നത് പി.ടി. ഉഷയാണ്. പ്രാചീന കാലത്ത് പന്തലായനി കൊല്ലം എന്നറിയപ്പെട്ടിരുന്നത് കൊയിലാണ്ടിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലത്തിൻ്റെ ഗുണമേന്മ തിരിച്ചറിയാൻ വാട്ടർ കാർഡ് ഏർപ്പെടുത്തിയ സ്ഥലം കുന്നമംഗലമാണ്. കേരളത്തിലെ ആദ്യ പുകയില മോചിത ഗ്രാമമാണ് കൂളിമാട്. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ യുദ്ധക്കപ്പൽ രൂപകൽപ്പന കേന്ദ്രമാണ് ചാലിയം. ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമമാണ് ബാലുശ്ശേരി. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ മ്യൂസിയമാണ് കുന്നമംഗലം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ ജന്മനാട് മൂടാടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലത്തിൻ്റെ ഗുണമേന്മ തിരിച്ചറിയാൻ വാട്ടർ കാർഡ് ഏർപ്പെടുത്തിയ സ്ഥലം കുന്നമംഗലമാണ്. കേരളത്തിലെ ആദ്യ പുകയില മോചിത ഗ്രാമമാണ് കൂളിമാട്. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ യുദ്ധക്കപ്പൽ രൂപകൽപ്പന കേന്ദ്രമാണ് ചാലിയം. ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമമാണ് ബാലുശ്ശേരി. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ മ്യൂസിയമാണ് കുന്നമംഗലം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ ജന്മനാട് മൂടാടിയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവേദിയാണ് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി. കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി കോഴിക്കോട് ജില്ലയിലാണ്. മാനഞ്ചിറ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള തടാകമാണ്. കോഴിക്കോട് ജില്ലയെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് വയനാട് ചുരം. മാവൂർ ഗോളിയർ റയോൺസ് ഫാക്ടറി കോഴിക്കോട് ജില്ലയിലെ ചാലിയാറിൻ്റെ തീരത്താണ്. തുഷാരഗിരി, കടലുണ്ടി, പെരുവണ്ണമൊഴി എന്നീ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ്. ഊട് വ്യവസായത്തിന് പേരുകേട്ട ഫറോക്ക് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവേദിയാണ് തുഷാരഗിരി. കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി കോഴിക്കോട് ജില്ലയിലാണ്. മാനാഞ്ചിറ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ്. കോഴിക്കോട് ജില്ലയെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് വയനാട് ചുരം എന്ന് പറയുന്നത്. മാവൂർ ഗോളിയർ റയോൺസ് ഫാക്ടറി കോഴിക്കോട് ജില്ലയിലെ ചാലിയാർ പുഴയുടെ തീരത്താണ്. തുഷാരഗിരി, കടലുണ്ടി, പെരുവണ്ണമൊഴി എന്നിവ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഊട് വ്യവസായത്തിന് പേരുകേട്ട ഫറോക്ക് കോഴിക്കോട് ജില്ലയിലാണ്. റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് NITC കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടാണ്. മലബാർ സ്പിന്നിംഗ് ആൻഡ് വേവിംഗ് മിൽസ് കോഴിക്കോടാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആസ്ഥാനം കോഴിക്കോടാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കുറ്റ്യാടിയാണ്. കേരള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. അപ്പോൾ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് NIT അത് കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടാണ്. മലബാർ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽസ് കോഴിക്കോടാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആസ്ഥാനം കോഴിക്കോടാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കുറ്റ്യാടി. കേരള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. താങ്ക് യു.